ആശുപത്രിയിൽ നിന്നടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ ഞങ്ങൾ കളക്ട് ചെയ്തിരുന്നു. 7 ബോഡിയാണ് നമുക്ക് സ്ഥിരീകരിച്ച് മരണം ഉറപ്പിക്കുന്നത്. അതേസമയത്ത് പാർട്സ് കിട്ടിയിട്ടുള്ളതുണ്ട് മനുഷ്യ ശരീരത്തിൽ. ആ പാർട്സുകൾ നമുക്ക് DNA ടെസ്റ്റ് നടത്തിയെങ്കിൽ സ്ഥിരീകരിച്ച് ബാക്കി എത്രയെന്ന് അനൗൺസ് ചെയ്യാൻ കഴിയും. അനൗദ്യോഗികമായി 13 12 ഒക്കെ പറഞ്ഞ് പല രൂപത്തിലുള്ള വാർത്തകൾ വരുന്നു. ആശുപത്രിക്കാരോട് ചോദിച്ചപ്പോൾ ആ പാർട്സുകളെല്ലാം അവർ DNA ടെസ്റ്റ് നടത്തി പരിശോധിച്ചതിന് ശേഷം കൃത്യമായി പറയാമെന്നാണ് അവർ പറഞ്ഞത്. ഗുരുതരമായ പരിക്കേറ്റിട്ടുള്ളവരെ ബേൺസ് ICയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ബേൺസ് ICയിലുള്ളവരുടെ ചിലരുടെ നല്ല ഗുരുതരമാണ്. അപ്പോൾ അടിയന്തര ശുശ്രൂഷ ലഭിക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ട് ഇതിനോട് തന്നെ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ മറ്റ് മന്ത്രിമാരും എല്ലാം ആ കാര്യത്തിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനം ഉറപ്പാക്കി കളക്ടർ തന്നെ രംഗത്തുണ്ട്. അപ്പോൾ പരിക്കേറ്റവർക്ക് അടിയന്തര ശുശ്രൂഷ നൽകുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ധർമ്മം. അത് കൃത്യമായി ശ്രദ്ധിക്കാൻ വേണ്ടി ഗവൺമെൻറ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ സ്ഫോടനം ഉണ്ടായ സ്ഥലത്ത് ഇനി കൂടുതൽ പരിശോധനകൾ ശാസ്ത്രീയമായി തന്നെ നടത്തേണ്ടതുണ്ട്. പല രൂപത്തിലുള്ള പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ പരിശോധനകളെല്ലാം നടക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ മരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പരിക്കേറ്റവർക്ക് ഏറ്റവും നല്ല ചികിത്സ നൽകുക എന്നുള്ളതാണ് ആദ്യത്തെ ദൗത്യം. അത് കൃത്യമായി നിർവഹിക്കാനുള്ള ഏർപ്പാടുകളാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങേയറ്റം നിർഭാഗ്യകരമായ വേദനാജനകമായ അനുഭവങ്ങളാണ് നമുക്കുണ്ടായിട്ടുള്ളത്. മരണമടഞ്ഞവരുടെ വേർപാടിൽ ഗവൺമെൻറ്റിനുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും വിഷമത്തോടും വേദനയോടും കൂടിയാണ് നമ്മളെല്ലാം വാർത്ത ശ്രമിച്ചിട്ടുള്ളത്. കൂടുതൽ മരണം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ് എല്ലാ മിഷണറികളും ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും ആതുര സേവന രംഗത്താണ് ആദ്യത്തെ പരിഗണനയെല്ലാം വേണ്ടത്. അതാണ് ആദ്യഘട്ടത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാർട്സുകളായിട്ട് വന്നിട്ടുള്ള ബോഡി കൃത്യമായി മൊബൈൽ മോർച്ചറിയിലേക്ക് മാറ്റാനുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലയിലും സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടായ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ആദ്യഘട്ടങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതും ചെയ്തു തീർക്കേണ്ടതുമായ കാര്യങ്ങളെല്ലാം ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് തുടർന്നുള്ള പരിശോധനയിൽ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ നീക്കങ്ങളുണ്ടാവും എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാം. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആദ്യം പരിക്കേറ്റവർക്ക് ചികിത്സ നല്ല രൂപത്തിൽ ഉറപ്പാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മൾ ചെയ്യുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം ഈ ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് സംബന്ധിച്ച് പരിശോധിച്ച് ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കുക. ഒപ്പം ഇതിൻ്റെ ഭാഗമായി നമ്മൾ കണ്ടെത്തേണ്ടതായ ശാസ്ത്രീയമായ ചില പരിശോധനകളിലൂടെ നമുക്കറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട്. അതെല്ലാം പരിശോധിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവും. ഒപ്പം പരിക്കേറ്റവർക്ക് ഈ എല്ലാ ശുശ്രൂഷയും നൽകി സംരക്ഷിക്കുന്ന പോലെ തന്നെ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ഏതെല്ലാം തരത്തിലുള്ള സഹായങ്ങൾ ഇതെല്ലാം ഭാവിയിൽ നമ്മുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് ശേഷം ഗവൺമെൻറ് ആലോചിച്ച് കൃത്യമായി അത്തരം കാര്യം. ഇപ്പം ഞങ്ങൾ ഈ ഇലക്ഷൻ രംഗത്ത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. അതേസമയത്ത് ദുരന്തവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും ഗവൺമെൻറ് ഇടപെടേണ്ട ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളും ഒപ്പം ആ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ മരണമടഞ്ഞവരുടെ ബന്ധുക്കൾക്ക് കൃത്യമായി പോസ്റ്റ്മോർട്ടം നടത്തി ബോഡികൾ വിട്ടുകൊടുക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ, ഐഡൻറ്റിഫൈ ചെയ്യാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കും. നിശ്ചയമായി ഉണ്ടാകും. ആ കാര്യത്തിൽ സാധാരണക്കാരും പാവങ്ങളുമായിട്ടുള്ള തൊഴിലാളികളാണ്. പറഞ്ഞു കേട്ടിടത്തോളം 40ഓളം പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു. നമുക്കേതായാലും അത്രയും പേരെ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ആളുകളുടെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ അനന്തര നടപടികളെല്ലാം വളരെ ഭംഗിയായി കൃത്യമായി ചെയ്തു കൊടുക്കാൻ ഗവൺമെൻറ് എല്ലാ സഹായങ്ങളും ഉണ്ടാകും. ഇതാണ് പറയാനുള്ളത്. എല്ലാ കാര്യത്തിലും ഗവൺമെൻറ് ഉണ്ടാവും. അത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ കാര്യത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് ഗവൺമെൻറ് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള പ്രഖ്യാപിക്കാതെ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ആനുകൂല്യങ്ങളോ തുകയോ ഒന്നും നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല. അതേസമയത്ത് ഈ
കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കാനുള്ള ക്രമീകരണങ്ങൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകും. ജില്ലാ ഭരണകൂടവും ഇപ്പം തന്നെ അതിൻ്റെ ചുമതല ഇപ്പോൾ ആദ്യത്തെ പ്രാഥമികമായ ചെലവുകൾക്ക് വേണ്ടി എനിക്ക് പോരുമ്പോൾ തന്നെ ദേവസ്വം സെക്രട്ടറിയോട് അടിയന്തരമായൊരു തുക അനുവദിക്കാൻ പറഞ്ഞു. 50 ലക്ഷം അനുവദിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് ബാക്കി വശം കൂടി ഞങ്ങളിപ്പം ദേവസ്വം സെക്രട്ടറിയോട് ഇപ്പോൾ വരും. വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൂടിയാലോചിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഉണ്ടാകും. ആ കാര്യങ്ങളൊന്നും കുറവും വരാതെ ഈ നടന്നതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനും ഒപ്പം സംഭവിച്ചു പോയത് നമുക്ക് കൃത്യമായി ഓരോന്നും പരിശോധിച്ച് ഇനി രക്ഷിക്കാൻ കഴിയുന്നവരെ മുഴുവൻ രക്ഷിക്കാനും മറ്റ് മൃതശരീരങ്ങൾ കൃത്യമായി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അടക്കം ചെയ്യേണ്ട സങ്കേതങ്ങൾ എത്തിക്കാനും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും വേണ്ട ക്രമീകരണം ഉറപ്പാക്കാനും ഗവൺമെൻറ് ഉണ്ടാകും. നിശ്ചയമായും ഞാനിപ്പോൾ ഇന്ന് തൊട്ട് ഈ കാര്യങ്ങളെല്ലാം ഞാനിവിടെ ഉണ്ടാവും, വേറെ പോകുന്നില്ല. പുറമെ ഇപ്പോൾ ഈ ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി രാജൻ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് പോന്നിട്ടുണ്ട്. ബിന്ദു മിനിസ്റ്ററുണ്ട്, അതേപോലെ തന്നെ പുറകെ രാജീവ് മിനിസ്റ്റർ എത്തിയിട്ടുണ്ട്. എന്തോ ഗ്യാസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ വിവിധ മന്ത്രിമാർ ഇവിടെ എത്തിച്ചേരും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ ആദ്യം തന്നെ ഇടപെട്ട് വേണ്ട കാര്യങ്ങൾക്കെല്ലാം നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഞങ്ങളോട് ഈ ബാക്കി കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനും ഞങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു.